ശ്രീനിവാസൻ്റെ ജീവിതം എങ്ങനെ പ്രചോദനമാവുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഒരു സാധാരണക്കാരനായ മനുഷ്യന്, അതായത് ജീവിതത്തിൽ ദാരിദ്ര്യം, കഷ്ടപ്പാട്, ജപ്തി, പ്രണയം, പെണ്ണിനെ കല്യാണം കഴിക്കാൻ കാശില്ലാത്തൊരവസ്ഥ, താലിമാല വാങ്ങും പോലും കാശില്ലാത്ത അവസ്ഥ, ജോലി, ചെറിയ ജോലിയുള്ള സമയത്ത് അത് റിസൈൻ ചെയ്തിട്ട് ഇഷ്ടമുള്ള മേഖലയിലേക്ക് കടന്നു വരിക, പക്ഷെ അവിടെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന ഒരവസ്ഥ വരിക, അവസാനം എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടുള്ള ഒരവസ്ഥ, അതിൻ്റെ ഇടയിൽ പെണ്ണിനെ കല്യാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാശില്ലാത്തൊരവസ്ഥ, അടുത്ത സുഹൃത്തുക്കൾ മൂപ്പരെ കൂടെ ഉണ്ടാകുന്നൊരവസ്ഥ, കല്യാണം കഴിഞ്ഞതിന് ശേഷം അച്ഛനുമായിട്ടുള്ള പ്രശ്നങ്ങൾ, കല്യാണം കഴിഞ്ഞതിന് ശേഷമല്ല അച്ഛനുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ, കല്യാണം കഴിഞ്ഞ ശേഷം മൂപ്പരുടെ മാവ് പൂക്കുക എന്നൊക്കെ പറയുന്ന മാതിരി അതിനുശേഷം വെച്ചടി കയറ്റുണ്ടാവുക. അപ്പോൾ ഈ ഒരു സാധനമൊക്കെ മൂപ്പരുടെ ജീവിതത്തെക്കുറിച്ച് മൂപ്പർ ഇങ്ങനെ പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു വലിയ രീതിയിൽ റിസ്ക് എടുക്കാനും നമ്മുടെ പാഷൻസിൻ്റെ പുറകെ പോകാനൊക്കെ ഉള്ളൊരു ഉണ്ടായിരിക്കും ഗൈസ്. അപ്പോൾ ഒരു പാരലൽ കോളേജിലെ ട്യൂട്ടറായിട്ടുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം ആ ജോലി റിസൈൻ ചെയ്തിട്ട് സിനിമയുടെ പുറകെ പോവുക, ആ കോഴ്സ് പഠിക്കാൻ പോവുക, സിനിമയിൽ ചാൻസ് അന്വേഷിച്ചിട്ട് നടക്കുക, തിരിഞ്ഞ് നടക്കുക, മൂപ്പർക്ക് അപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവുക, അങ്ങനെ ഒരവസ്ഥയിൽ പിന്നെ കാശില്ലാത്തൊരവസ്ഥ, വീട്ടുകാർ സമ്മതിക്കാത്തൊരവസ്ഥ, വീട് ജപ്തി ചെയ്യപ്പെടുന്നൊരവസ്ഥ, ഇത് എല്ലാം കൂടി കേൾക്കുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് കേസ്. എനിക്കൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതായത് നമ്മളും നമ്മുടെ പാഷൻസിൻ്റെ പുറകെ ഇങ്ങനെ പോകുന്ന ഒരാളുണ്ട്. ഇപ്പോൾ എല്ലാ ആളുകളും ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ശ്രീനിവാസനെ പോലുള്ള ആളുകളുടെ ഇങ്ങനെ ദുരിതം, കഷ്ടപ്പാടൊക്കെ നമുക്ക് വലിയൊരു മോട്ടിവേഷനാണ് കേസ്. അതാണ് എനിക്കിത് പറയാനുള്ളത്. ഇപ്പോൾ അഖിൽമാരാറിൻ്റെ, എനിക്ക് ഈ ഒരു ഫീൽഡിൽ നല്ല എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള, എല്ലാ ആളുകളിൽ നിന്ന് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ നമുക്ക് കിട്ടും, പക്ഷേ നമ്മൾ കയ്യിൽ നിന്ന് പോയി നിൽക്കുന്ന സമയത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളിൽ ഒരാൾ ശ്രീനിവാസൻ, അഖിൽമാരാർ. അപ്പോൾ എനിക്കത് ഭയങ്കര ഇതായിട്ട് തോന്നുന്നു കേസ്. പ്രത്യേകിച്ച് ശ്രീനിവാസൻ്റെയൊക്കെ വളരെ ഇരുത്തം വന്നിട്ടുള്ള രീതിയിലുള്ള ജീവിതത്തിലെ വളരെ എന്താ പറയുക തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങളെ ആ ഒരു കാലഘട്ടത്തെ പോലും സരസമായ രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമില്ല കേസ്. അപ്പോൾ എന്തായാലും ശ്രീനിവാസൻ എന്നും മനസ്സിൽ തങ്ങി നിൽക്കും എന്നാണ് കേസ് എനിക്ക് തോന്നുന്നത്.